started. Woo! യെസ്, എന്റെ ബൂബി ട്രാപ്പ് റെഡിയായി. ഒരു മാസത്തെ എന്റെ അധ്വാനത്തിന്റെ ഫലമാണിത്. ഇതുകൊണ്ട് ഞാൻ ആ പീക്കിരി കുട്ടികളെ ഇടിച്ച് പഞ്ചറാക്കും. അയ്യോ, ഭൂകമ്പം ഭൂകമ്പം. ഓ, ബോസ് ചിരിച്ചതായിരുന്നോ? ഒടുക്കത്തെ ഒരു ചിരി തന്നെ. മാസം 1 കഴിഞ്ഞു, എന്തോ കുന്ത്രാട്ടം കണ്ടുപിടിക്കാനെന്നും പറഞ്ഞ് ആ മുറിയിൽ കയറി കഥ കടച്ചിരിക്കുന്നു. വട്ടായോ ആവോ, ചെന്ന് നോക്കാം. ബോസ് ബോസ്, വട്ടായോ ബോസ്? അല്ല, കണ്ടുപിടുത്തം കഴിഞ്ഞോ ബോസ്? അത് നിനക്കെങ്ങനെ മനസ്സിലായി? അല്ല, ഓരോ കണ്ടുപിടുത്തത്തിന് ശേഷവും ഇതുപോലെ കൊലച്ചിരി കേൾക്കാം, അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ അമ്മോ, ബോസിന്റെ കൈയാണോ അത്? അങ്ങേര് ഒരു മാസം കൊണ്ട് തടിച്ച് ചീർത്ത് മസിൽമാനായോ? എടാ വിഡ്ഢി, ഞാൻ തടിച്ചും ചീർത്തും ഒന്നുമില്ല. ഇത് ഞാൻ കണ്ടുപിടിച്ച കയ്യാ. കഷ്ടമുണ്ട് ബോസേ, ഈ കൈ കണ്ടുപിടിക്കാനാണോ ഒരു മാസം വെറുതെ കളഞ്ഞത്? നമ്മുടെ മണിയാശാരിയോട് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. മരമാക്രി. യെസ് ബോസ്. ഇത് നിന്റെ മണിയാശാരി ഉണ്ടാക്കുന്ന പോലുള്ള കൈയല്ല. പിന്നെ ഇതെന്താണ് ബോസ്? ഇതാണ് ബൂബി ട്രാപ്പ്. ആര്? ബൂബി ട്രാപ്പ്. പേര് കൊള്ളാം, ഒരു ഗമയൊക്കെ ഉണ്ട്. പക്ഷേ ബോസ്, സംഗതി എന്താ? അതാണ് എനിക്ക് പിടികിട്ടാത്തത്. വിഡ്ഢികൾക്കത് മനസ്സിലാവില്ല. യെസ്, യു ആർ റൈറ്റ്. എടോ ഫ്രെഡി, ഇതൊരു ട്രാപ്പാണ്. കോപ്പാണ്, അല്ല ട്രാപ്പാണ്. ബോസ്, അവസാനം നമ്മൾ തന്നെ ഈ കെണിയിൽ വീഴുമോ? ഒരിക്കലുമില്ല. എങ്ങനെയാണ് ബോസ് ഇതിന്റെ പ്രവർത്തനം? ഇത് വാതിലിന് മുകളിലെ ചുമരിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ആര് വാതിൽ തുറന്ന് അകത്ത് കടന്നാലും ഉടനെ ഇവൻ അവരെ ഇടിച്ച് പഞ്ചർ. അടിപൊളി. എന്റെ ബോസ് ഒരു മഹാൻ തന്നെ. അവാർഡ് കിട്ടും. എനിക്ക് കിട്ടിയാൽ നിനക്കും കിട്ടും. അതിപ്പോ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. എന്ത് പേവാർഡ്? അല്ല ബോസ്, ഇത് നമ്മൾ എവിടെയാ ഫിറ്റ് ചെയ്യുക? നമ്മുടെ വീടിന്റെ ഡോറിൽ തന്നെ വച്ചാലോ? എന്നിട്ട് നമ്മൾ തന്നെ ഇടി വാങ്ങാനോ? വിഡ്ഢി, കടന്നു പോകുന്നുണ്ടോ? ഇപ്പൊ തന്നെ പോണോ ബോസ്? വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോയാ മതി. എങ്കിൽ ബാക്കി ഐഡിയ പറയൂ ബോസ്. ആ പിള്ളേരെ കൊടുക്കാനാണിത്. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് അവർ സൈക്കിളിൽ ചുറ്റി അടിക്കാൻ ഇറങ്ങും. അപ്പോൾ നീ അവരെ സൂത്രത്തിൽ ഒരിടത്തെത്തിക്കണം. അയ്യോ, ഞാനോ? തല്ലുകൊള്ളാൻ വയ്യ ബോസ്. ഫ്രെഡി, ആണുങ്ങളായാൽ ധൈര്യം വേണം. നിനക്കതില്ലേ? ഉണ്ടായിരുന്നു, 1 മിനിറ്റ് മുമ്പ് വരെ. ഫ്രെഡി, നിന്റെ മുഖം കണ്ടാൽ എന്തൊരു നിഷ്കളങ്കതയാണെന്നോ, എന്തൊരു ഐശ്വര്യമുള്ള മുഖം. ഉള്ളതാണോ ഈ പറയുന്നത്? പിന്നല്ലാതെ. നീ കണ്ണാടി നോക്കാറില്ലേ? നിന്നെ കണ്ടാൽ ഒരു പാവമാണെന്നേ തോന്നൂ. മതി ബോസ്, ഇനിയും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് കരയും. എന്റെ അമ്മ പോലും ഇത്രയും സ്നേഹത്തോടെ എന്നോട് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് നീ എന്ത് കളവ് പറഞ്ഞാലും മറ്റുള്ളവർ വിശ്വസിക്കും. അത് മാത്രം പറയരുത്. ഞാൻ പറയുന്ന കളവൊന്നും ബോസ് ഇതുവരെ വിശ്വസിച്ചിട്ടില്ലല്ലോ. എന്നെ പോലെയാണോ മറ്റുള്ളവർ? അവർക്ക് വിവരമില്ലല്ലോ. അതുകൊണ്ട് താൻ നാളെ തന്നെ പോയി ഞാൻ പറയും പോലെ ചെയ്യണം. സംഗതി ഏറ്റാൽ ഞാൻ നിന്നെ... അത് വേണ്ട ബോസ്. എന്തു വേണ്ടെന്ന്? എന്നെ ബോസിന്റെ ബോസാക്കാമെന്നല്ലേ? അത് വേണ്ട ബോസ്, എനിക്ക് വയ്യ ഓരോന്നും കണ്ടുപിടിക്കാൻ. വിഡ്ഢി, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ലെന്നാ ഞാൻ പറയാൻ വന്നത്. ഓ, അതാണോ? അല്ലെങ്കിലും എനിക്കത് പണ്ടേ അറിയാമായിരുന്നു. ബോസ് എന്നെയും കൊണ്ടേ പോകുള്ളൂന്ന്. എന്താ അത്? ഒരു സംഗതി ചെയ്യുകയാണെങ്കിൽ ഞാൻ നാളെ പിള്ളേരെ അവിടെ എത്തിക്കാം. എന്ത് സംഗതി? പറയൂ. ഇതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. ബോസ് എന്നെ... ഞാൻ നിന്നെ കല്യാണം കഴിക്കണോ? അയ്യേ, അതല്ല. ബോസ് എന്നെ ഒരു തവണ എന്റെ മുഖത്ത് നോക്കി സുന്ദര എന്നൊന്ന് വിളിക്കണം. എന്ത് വിളിക്കണമെന്ന്? സുന്ദര എന്ന്. എന്നെ കൊണ്ടത് ചെയ്യിക്കണോ ഫ്രെഡി? പ്ലീസ് ബോസ്. ബോസല്ലേ പറഞ്ഞത് ഞാൻ സുന്ദരനാണെന്ന്, നിഷ്കളങ്കനാണ് എന്നൊക്കെ. ഓ, ഞാൻ അങ്ങനെ പറഞ്ഞു അല്ലേ? ശരി, വിളിച്ചേക്കാം. നിൽക്കട്ടെ, ഞാനൊന്ന് പോസ് ചെയ്യട്ടെ. ഇനി വിളിക്കൂ ബോസ്. സുന്ദര. എന്തോ? ഹായ്. എന്ത് സുഖമാണത് കേൾക്കാൻ.
ഞാൻ ഇപ്പൊ തന്നെ പോവാം ബോസ്. ഇപ്പോഴല്ലടാ സുന്ദര വിഡ്ഢി, നാളെയാണ്. ഇയാൾക്ക് നേരത്തെ ലോട്ടറി കച്ചവടമായിരുന്നു, ചുമ്മാതല്ല ഓരോ ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തുന്നത്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ ബോസ്. ഓക്കെ സുന്ദര. ലാമി, ഇന്ന് നമ്മൾ എവിടേക്കാ പോകുന്നത്? ഇന്ന് ബീച്ചിലേക്കാ പോകുന്നത്. അവിടെ നല്ല രസമാ. ഹായ് ബീച്ച്, വേഗം വിട്ടോ. ശരിയാണല്ലോ, ബോസ് പറഞ്ഞത് എത്ര നേരാ. ഞാനൊരു സുന്ദരൻ തന്നെയാ, കണ്ടാ പറയില്ലെന്നേ ഉള്ളൂ. അവരാണല്ലോ വരുന്നത്. ബോസപ്പാ കാത്തോളണേ. ദേ നമ്മുടെ കോന്തൻ ഫ്രെഡി അങ്കിൾ. ഇന്ന് എന്ത് പുലിവാരം കൊണ്ടാണാവോ വന്നിരിക്കുന്നത്? നിൽപ്പ് കണ്ടിട്ട് അത്ര നല്ലതിനല്ലെന്ന് തോന്നുന്നു. ഹായ് കുട്ടികളെ, നിർത്തൂ. ഇയാള് ട്രാഫിക് പോലീസിലെടുത്തോ? എന്താ ഫ്രെഡി അങ്കിൾ? ഞാനൊരു പാവമാണ്. അത് കണ്ടാലും പറയും. മാത്രമല്ല ഞാൻ അങ്ങേയറ്റം നിഷ്കളങ്കനുമാണ്, സർവോപരി സുന്ദരനുമാണ്. ഇതൊക്കെ ആരാ അങ്കിളിനോട് പറഞ്ഞത്? എന്റെ ബോസ്. എങ്കിലുള്ളതായിരിക്കും. എന്തിനാ ഞങ്ങളോട് നിൽക്കാൻ പറഞ്ഞത്? നിങ്ങൾക്കൊരു അത്ഭുത ലോകം കാണിച്ചു തരാൻ. അത്ഭുത ലോകം എവിടെ? ഹാവൂ, ഇവരെന്നെ വിശ്വസിച്ചു. ബോസ് പറഞ്ഞത് എത്ര ശരിയാ. അതെ, ഇവിടെ അടുത്തൊരു കെട്ടിടമുണ്ട്. അതിനകത്ത് കയറിയാൽ മിൽക്കി വേ കാണാം. മിൽക്കി വേ? അതെ, മാത്രമല്ല ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അടുത്തു കാണാം. വേണമെങ്കിൽ തൊട്ടു നോക്കാം. ഉള്ളത് തന്നെയാണോ ഈ പറയുന്നത്? എന്റെ മുഖം കണ്ടിട്ട് അങ്ങനെയല്ലെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും ഒന്ന് പോയി നോക്കിയാലോ ലാമി. നിഷ്കളങ്കനായ ഫ്രെഡി അങ്കിൾ പറഞ്ഞിട്ടല്ലേ. ശരി, പോയേക്കാം. അങ്കിൾ, നക്ഷത്രത്തിന്റെ ഒരു കഷ്ണം ഞാൻ എടുക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. എന്ത് വിരോധം? നിങ്ങൾ എടുത്തോളൂ. എങ്കിൽ അങ്കിൾ മുമ്പിൽ ഓടിക്കോ, ഞങ്ങൾ പിന്നാലെ വരാം. ഓക്കേ, എന്റെ പിന്നാലെ തന്നെ വരണേ. അതെ, എന്നെ ഒന്ന് സുന്ദര എന്ന് വിളിക്കാമോ? സുന്ദര. ലുവായ്, സംഗതി എന്തോ ഒപ്പിച്ച മട്ടാണല്ലോ. സംശയമുണ്ടോ? പെട്ടെന്ന് സ്പിന്നർ എടുത്ത് കറക്ക്. അർജുന്റെ കോളാണല്ലോ, എന്തോ കുഴപ്പമുണ്ട്. എന്തുണ്ടായി? എല്ലാം പറയാം, വാ. യെസ്, എല്ലാം ഓക്കെയായി. ഇനി അവർ ഇതുവഴി വരികയേ വേണ്ടൂ. പക്ഷേ ഈ കെട്ടിടത്തിന് 2 വാതിലുകളുണ്ടല്ലോ. അവർ ഇതുവഴി കയറിയില്ലെങ്കിൽ പണി പാളും. ആ മണ്ടൻ ഫ്രെഡിയാ കൂടെയുള്ളത്. ബൂബി ട്രാപ്പ് വെച്ച വാതിലിന് മുന്നിൽ വേ ഇൻ ബോർഡ് വെക്കാം. അടുത്ത ഡോറിന് മുന്നിൽ വേ ഔട്ടും. ഇനി ഒളിച്ചിരിക്കാം. ഓഹോ, അത്ര സ്നേഹത്തിൽ ഫ്രെഡി വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ ചതിയാവാൻ തന്നെയാണ് സാധ്യത. ഞങ്ങൾക്കും അത് തന്നെയാ തോന്നിയത്. എന്തായാലും ഞാനൊന്ന് ചുറ്റിയടിച്ചു വരാം, നിങ്ങൾ അവിടേക്ക് വന്നോ. ബോസ്, ബോസ്. ഫ്രെഡി, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ദാ ഈ മരത്തിന് ചുവട്ടിൽ, ഇങ്ങോട്ട് വാ. ഓ, ഇവിടെ ഉണ്ടായിരുന്നു ബോസ്. അവർ വരുന്നുണ്ട്. ബൂബി ട്രാപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? പിന്നല്ലാതെ. ദാ ആ വേ ഇൻ ബോർഡ് കണ്ടോ? ആ വാതിലിലൂടെ വേണം അവരെ അകത്തു കയറ്റാൻ. എങ്കിലേ അവർ കിട്ടൂ. ഓക്കെ ബോസ്. അത് ശരി, അപ്പൊ അതാണ് കാര്യം. പണിയുണ്ട്. ഓക്കെ, ഇനിയെല്ലാം ഗംഭീരമായി നടക്കും. എന്തായി? വല്ല കുഴപ്പവുമുണ്ടോ? അതൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾ അവിടേക്ക് പോയിക്കോ. ഹാപ്പി പറഞ്ഞാ പിന്നെ എന്ത് പേടി? വാലാമി. ആ കുട്ടികൾ വന്നല്ലോ. വരൂ. ദാ ആ വേ ഇൻ ബോർഡ് കണ്ടോ? അതുവഴി അകത്തേക്ക് കയറിക്കോളൂ. ഇപ്പോ കാണാം പുകിൽ. ഇതും ചീറ്റിപ്പോയോ? കൈ ഇടിച്ചില്ലല്ലോ. ശരിയാണല്ലോ. വാ നോക്കാം. ദേ വേ ഇൻ വഴിയിലൂടെ പോവരുത്, തല്ലി കിട്ടും. വാ. കല്യാണം കഴിഞ്ഞു വരുന്നത് പോലെയുണ്ട്. നല്ല ഒന്നാം തരം പെയിന്റിംഗ് പോലെ. Happy kid! Woo!